ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്തുമോൾക്ക് അപ്പം ഇങ്ങനെ ഭക്ഷണം വാരി കൊടുക്കുകയാണ്. അപ്പോൾ കൊച്ചാണെങ്കിൽ എനിക്ക് വേണ്ട വേണ്ട എന്ന് പറഞ്ഞപ്പോഴേക്കും എൻ്റെ കൊച്ചി ഇതൊന്ന് കഴിക്കുക, അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരെ എന്നെ തല്ലും, അതുകൊണ്ട് കൊച്ചി ഈ ഭക്ഷണം ഒന്ന് കഴിക്കുക കൊച്ചി എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിക്കുകയാണ്. വേണ്ട, എനിക്ക് എൻ്റെ അമ്മ വാരത്തന്നാൽ മതി എന്ന് കൊച്ചി പറയുന്നുണ്ട്. അപ്പം അതേ അമ്മ വാരത്തരൂല, എന്നോട് വാരത്തരാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും കഴിച്ചില്ലെങ്കിൽ എൻ്റെ ജീവിതം അവതാളത്തിലാവും, നീ ഒന്ന് കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വായിലോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ശരി എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചു കഴിക്കുക. അപ്പം അങ്ങനെ വാരി കൊടുക്കുന്ന സമയത്താണ് ദാ വരുന്നു നയന, നവ്യ. അപ്പൊ നവ്യ ഈ ഒരു കാഴ്ച കഴിഞ്ഞപ്പോഴേക്കും നവ്യക്ക് കലി വരികയാണ്. എടാ എന്താടാ കാണിക്കുന്നത്? അഭിയാണെങ്കിൽ പേടിച്ചും പോയി. അത് പിന്നെ നവ്യ എന്താടേ കാണിക്കുന്നത്? നീയാണേ കൊച്ചിൻ്റെ അച്ഛൻ? അപ്പോ അഭി ഞെട്ടിപ്പോവാണ്. നീ എന്തൊക്കെയാ നവ്യ പറയുന്നത്? നീയാണേ ഈ കൊച്ചിൻ്റെ അച്ഛൻ? അപ്പൊ കൊച്ചാണെങ്കിൽ ഇല്ല ഇല്ല, എന്തില്ലാന്ന്, അച്ഛനല്ല എന്നിങ്ങനെ പറയാണ്. അതെനിക്കറിയാം അച്ഛനല്ല എന്ന്. ആദർശ നിന്റെ അച്ഛൻ. അഭി നിനക്കറിയാലോ ആദർശാണ് ഈ കൊച്ചിന്റെ അച്ഛനെന്ന്. ഇവിടെ സ്വന്തം അച്ഛനില്ലാത്ത സ്നേഹം നീ എന്തിനാടാ കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും നവ്യേ നീ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് നവ്യേ. അവർ പറയുന്നതൊക്കെ അനുസരിക്കണം. അവർ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഭക്ഷണം വാരി കൊടുത്തത്. അവർ പറയുന്നത് മുഴുവനും നീ അനുസരിക്കണം. നമുക്കിവിടെ നിലനിൽപ്പ് വേണ്ടേ? നമുക്കിവിടെ പിടിച്ചു നിൽക്കണ്ടേ? വേറൊരു നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ട് അനുസരിച്ചല്ലേ മതിയാവുള്ളൂ. നമുക്ക് വേറൊരു നിവൃത്തിയില്ലല്ലോ. ആര് പറഞ്ഞു നിവൃത്തിയില്ലെന്ന്? എടാ നീ എന്താണ് ഇങ്ങനെ അതപ്പതിച്ചു പോയത്? ഞാനിവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഭാര്യയുടെ ഔദാര്യത്തിൽ ഭർത്താവ് കഴിയുന്നത് ഒരു കുറച്ചിലൊന്നും അല്ല. മനസ്സിലായല്ലോ എന്ന് വിചാരിച്ച് നീ ഇവിടുത്തെ ജോലികൾ മുഴുവനും ചെയ്ത് എന്നെ ചുമ്മാ നാണം കെടുത്താനായിട്ട് നിൽക്കരുത്. നീയേ നമ്മുടെ കൊച്ചിന് എപ്പോഴെങ്കിലും ഇതേപോലെ ഭക്ഷണം വാരി കൊടുത്തിട്ടുണ്ടോ? പറ, നീ കൊടുത്തിട്ടുണ്ടോ? അയ്യോ നവ്യേ, നീ ഇല്ലാത്തപ്പോഴൊക്കെ ഞാൻ ഭക്ഷണം വാരി കൊടുത്തിട്ടുണ്ട് നമ്മുടെ കൊച്ചിന്, അല്ലാതെ വേറൊന്നും അല്ല. എന്താ, ഞാൻ ഉള്ളപ്പോൾ ഭക്ഷണം വാരി കൊടുത്തു കഴിഞ്ഞാ നിന്റെ കൈ ഒടിഞ്ഞു പോകോ? ഇല്ലല്ലോ. ഞാൻ ഉള്ളപ്പോഴും നീ നമ്മുടെ കൊച്ചിന് ഭക്ഷണം വാരി കൊടുത്തിരുന്നെങ്കിൽ ഞാൻ അത്രയും മാത്രം സന്തോഷിച്ചായിരുന്നു. ഇത് ഒരു അർഹതയില്ലാതെ ഈ വീട്ടിലേക്ക് കയറി വന്ന കൊച്ചാണ് ഇത്. എന്നിട്ട് അവൾക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നു. അവര് പറഞ്ഞ ഉടനെ തന്നെ ഇവളെ എല്ലാരും കൂടെ എടുത്ത് തലയിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. ഇനി മേലാൽ ഇവൾക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നത് ഞാൻ എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും. അയ്യോ നവ്യേ, അത് കൊച്ചു കുട്ടിയല്ല. അയ്യടാ മിണ്ടി പോകരുത്, നീ കൊച്ചു കുട്ടിയെന്നോ? ഇപ്പൊ നിനക്ക് എവിടെ നിന്ന് തുടങ്ങി ഈ സഹതാപം? എന്നോട് കൂടുതൽ സഹതാപിക്കാൻ വരണ്ട. അബേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി ഇത്തരത്തിലുള്ള പ്രവർത്തികൾ എൻ്റെ കൺമുന്നിൽ കണ്ടുപോകരുത്. എനിക്കത് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. മനസ്സിലായല്ലോ? ഇറങ്ങി പോവച്ചേ, ഇറങ്ങി പോകാതെ എന്നോട് പറഞ്ഞത്. അങ്ങനെ നവ്യ ആ കൊച്ചിനെ നേരെ ആട്ടിപ്പായിക്കാണ്. കൊച്ചാണെങ്കിൽ പേടിച്ച് നേരെ ഓടിപ്പോവുകയും ചെയ്യാണ്. അപ്പോഴേക്കും നവ്യ ആണെങ്കിൽ മനസ്സിലായല്ലോ അബി, ഇനി ഇവിടെ കൂടുതൽ ജോലിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇറക്കി വിടണമെങ്കിൽ ഒരു ഇറക്കി വിടട്ടേന്നേ. നമുക്ക് ജീവിക്കാനുള്ള മാർഗമൊക്കെ ഉണ്ടല്ലോ, അതും മതി. അതിൽ പരം കൂടുതലൊന്നും വേണ്ട നമുക്ക് എന്നിങ്ങനെ നവ്യ പറയാണ്. നവ്യയുടെ ഈ ഒരു വർത്തനൊക്കെ കേട്ടിച്ചപ്പോഴേക്കും അവയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ തോന്നുന്നു. ദേമി ഇവളിനി എന്തെല്ലാമാണ് വെച്ച് ഒപ്പിക്കാൻ പോകുന്നതെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല. അങ്ങനെ പിന്നീട് നവീനെ കാണിക്കുകയാണ്. അപ്പോൾ നവീനെ കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും നന്ദുവിനെ ഒന്ന് വിളിക്കണമല്ലോ. നന്ദുവിനെ ഇനി എങ്ങനെ വിളിക്കണം? ഈ സമയത്ത് വിളിക്കണം. വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഉറങ്ങിയിട്ടുണ്ടാവുമോ, ഇനി അവൾ വല്ല സംശയം പ്രകടിപ്പിക്കുമോ എന്നൊക്കെ വിചാരിച്ച് രണ്ടായാലും വിളിക്കാം എന്നൊക്കെ വിചാരിച്ച് നവി നേരെ നന്ദുവിനെ വിളിക്കുക. അപ്പോൾ നന്ദു ആണെങ്കിൽ അനിയായിരിക്കും വിളിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് നന്ദു ഫോൺ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും നവീനേട്ടനാണല്ലോ. നവീനേട്ട, എന്താ നവീനേട്ട ചോദിച്ചപ്പോഴേക്കും നന്ദു കിടന്നായിരുന്നോ? ഞാൻ കിടന്നിട്ടൊന്നുമില്ല നവീനേട്ട. ഞാനേ ഒരാളെ ഇങ്ങനെ കേസ് പഠിച്ച് മനുഷ്യന് ബോറടിച്ചിട്ട് രക്ഷയില്ല, ഉറക്കം വന്നിട്ട് രക്ഷയില്ല എന്ന് പറയാണ്. എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു. എനിക്കിവിടെ ബോറടിച്ച് ഒരു വഴിയായിട്ടിരിക്കുക. അപ്പോഴാണ് നവീനേട്ടൻ വിളിച്ചത്. ഞാൻ വിളിച്ചത് ശല്യമായി പോയോ? ശല്യോ? നവീനേട്ടൻ ഞാൻ ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ വിളിക്കുന്നത് വളരെയേറെ നല്ല കാര്യം തന്നെയാണ്. അല്ല, എന്താണ് കേസ് എന്ന് ചോദിച്ചപ്പോഴേക്കും ഒരാളുടെ വീട്ടിൽ കള്ളൻ കയറി. അപ്പൊ ഇവര് വിചാരിച്ച കള്ളനാണെന്നാണ്. പക്ഷെ കള്ളനല്ലായിരുന്നു. ഇവിടുത്തെ ആ കാർന്നവരെ കൊല്ലാൻ വേണ്ടി മറ്റു ഗുണ്ടകൾ അയച്ചതാണ്. പക്ഷേ അപ്പോഴേക്കും ആ അച്ഛനെടുത്ത് കുത്തുകയും ചെയ്തു എന്നിങ്ങനെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇത് വലിയൊരു കേസായി മാറുമല്ലോ, ഞാൻ എന്തെങ്കിലും സഹായത്തിന് വേണോ നവീനേട്ട? അതിന്റെ ആവശ്യമൊന്നുമില്ല നന്ദു, ഇത് വേറെ സ്റ്റേഷൻ പരിധിയിലെ കേസാണ്. എന്നാലും കുഴപ്പമില്ല, എൻ്റെ സഹായം വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം, എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറയാ. ഇനി എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. പിന്നെ നന്ദു, നിനക്ക് എന്ത് കേസിന്റെ ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി, ഞാനത് കറക്റ്റായിട്ട് ഡീൽ ചെയ്ത് തന്നോളാം എന്നൊക്കെ പറയാണ്.
ഹാ, നവീനേട്ടൻ പുലിയല്ലേ? നവീനേട്ടൻ ആള് പൊളി തന്നെയാണ്. അതുകൊണ്ട് നവീനേട്ടൻ ഏത് കേസും ജയിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഹാ, അതിനൊക്കെ വഴി ഞാൻ ഒപ്പിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ പറയാ. നവീനേട്ടാ, ഏതായാലും നവീനേട്ടൻ കിടന്നോ, എൻ്റെ അമ്മ ഇപ്പോൾ വരും എന്നൊക്കെ ഇങ്ങനെ പറയാ. ശരി, എങ്ങനെ ശരി നന്ദോന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. അപ്പോഴാണോ ദാ വരുന്നു കനക. അപ്പൊ കനക ഈ ഒരു കാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ആരാടി ഫോണില് നിന്നെ ആരാടി വിളിച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഫോൺ പിടിച്ചോ, ഫോൺ നോക്കിക്കോ എന്ന് പറയാ. അങ്ങനെ ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അയ്യോടാ, ഇത് നവീൻ മോനായിരുന്നില്ലേ? എന്താ നവീനെയും വിളിക്കണ്ടേ? നവീനെ വിളിച്ചത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. മോള് പോലീസും നവീൻ വക്കീലും അല്ലേ, നിങ്ങൾക്ക് ഒരുപാട് സംസാരിക്കാനുണ്ടാവില്ലേ? അതുകൊണ്ട് നവീനെ വിളിക്കാം. പക്ഷെ അവൻ ആനി ഈ പാതിരാത്രി വിളിക്കാൻ പാടില്ല. അപ്പൊ പകല് വിളിക്കാവോ? വേണ്ട, പകലും വിളിക്കാൻ പാടില്ല. ഞാനത് സമ്മതിക്കില്ല. ഇനി അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കും. അന്നിവിടെ കള്ളം കയറിയതേ അത് അനിയാണോ എന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും സംശയമുണ്ട്. നിന്റെ അച്ഛന് സംശയമുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് നന്ദൊന്ന് വിറച്ചിങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അനി വല്ലതും ആണെങ്കിൽ പൊന്നു മോളെ നീ വിവരം അറിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദുവിനെ പേടിപ്പെടുത്തുകയാണ്. ഒന്ന് പോ അമ്മേ, അവരൊന്നും അല്ല, അനിയൊന്നും അല്ല അന്ന് വന്നത്. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് മൂർത്തി മുത്തശ്ശനെയും ബാക്കി എല്ലാവരും കൂടിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആദർശും ജയനും അജയനും ഒക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, ആദർശേ, നാളെ നീ ബോംബെയിലേക്ക് പോവുകയാണ്. അപ്പോൾ വേണ്ട വിധത്തിൽ കാര്യങ്ങളെല്ലാം ചെയ്തോളാം. ഈ കമ്പനിയുടെ അവസ്ഥ എന്താണെന്ന് അറിയാലോ? ഓരോ ദിവസം കഴിയും തോറും തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനൊരു അവസ്ഥ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതാണ് ആദർശയെ നിന്നോട് പറയുന്നത്. നീ കെയർഫുൾ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതിനു മുമ്പും നമുക്ക് ഒരുപാട് തകർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം തരണം ചെയ്ത് നമ്മൾ വരികയാണ് ചെയ്തത്. പിന്നെ ഇതിന് പിന്നിൽ കളിക്കുന്നത് അഭിയാണോ എന്നൊരു സംശയമുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ, അവനെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ AN ജ്വല്ലറി ആരാണ്, എന്താണ് എന്നൊക്കെ ശരിക്കും മനസ്സിലാക്കിയാലേ നമുക്ക് മതിയാവുള്ളൂ. അവരെന്തിനു വേണ്ടി നമ്മളെ തകർക്കാനായിട്ട് നോക്കുന്നു, അതും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അതൊക്കെ ഞാൻ ഏറ്റു മുത്തശ്ശ. ഇനിയിപ്പോൾ എൻ്റെ ദൗത്യം പൂർത്തിയാക്കിയിട്ട് മാത്രമേ ഞാൻ ബോംബെയിൽ നിന്ന് മടങ്ങി വരത്തുള്ളൂ. ഇത് എൻ്റെ വാശിയാണ്. ഇതിൽ പരം ഇനി എനിക്കൊന്നും പറയാനില്ല മുത്തശ്ശ എന്നിങ്ങനെ മുത്തശ്ശനോട് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ആദർശ് പോയി കഴിഞ്ഞപ്പോഴേക്കും ജയനാണെങ്കിൽ ആദർശേ ഓവർ കോൺഫിഡൻസ് ആണ് എന്നിങ്ങനെ പറയുകയാണ്. അവനങ്ങനെ ആവട്ടെ, അവനങ്ങനെ ആകാൻ വേണ്ടിയാണല്ലോ ഞാൻ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാവരും വ്രതം നോറ്റും അങ്ങനെ കഴിയുകയാണ്. നമ്മുടെ കമ്പനി മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെയാണ് ഓരോരുത്തരും അങ്ങനെ കഴിയുന്നത്. അപ്പോൾ നമുക്ക് തകർച്ചയിലേക്ക് പോകാനായിട്ട് പറ്റില്ലല്ലോ. ആദർശ് വേണ്ട വിധത്തിലെല്ലാം ചെയ്തോളും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവരും പോവാണ്. അങ്ങനെ നമ്മുടെ നന്ദുവിനെ കാണിക്കണം. അപ്പോൾ നന്ദു ആണെങ്കിൽ അനി വിളിച്ചില്ലല്ലോ എന്നുള്ളൊരു ടെൻഷനിൽ നിൽക്കുക. അപ്പോഴാണ് നന്ദു അനിയെ അങ്ങോട്ട് വിളിക്കുന്നത്. എടാ, എന്താടാ നീ എന്നെ വിളിക്കാതിരുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും എന്താ ബോറടിച്ചോ? ബോറടിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നവീനേട്ടൻ എന്നെ വിളിച്ചത്. നവീൻ വിളിച്ചോ? അവനെന്തിനാ വിളിച്ചത്? അതെന്താ നവീനായിട്ട് വിളിച്ചാൽ കുഴപ്പമൊന്നുമില്ല. അവനെന്തിനാ ഈ പാതിരാത്രിയൊക്കെ വിളിക്കുന്നത്? പാതിരാത്രി വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. നവീനേട്ടൻ ഞാൻ ഇപ്പം ഫ്രണ്ട്സ് അല്ലേ, അപ്പം അതുകൊണ്ട് വിളിച്ചാൽ എന്താ പ്രശ്നം? നവീനേട്ടൻ നല്ലൊരു മനുഷ്യൻ തന്നെയാണ്. നവീനേട്ടനോട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്നിങ്ങനെ പറയാം. എന്ത് കാര്യങ്ങളല്ല? അല്ല, ഞാൻ വക്കീലും പോലീസുമാണല്ലോ, കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും ഉണ്ടാവുമല്ലോ. എന്നാലും നവീൻ ഇപ്പം ഇങ്ങനെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താടാ, മറ്റുള്ള ആൾക്കാരെ പോലെ നിനക്കൊന്ന് ഈഗ തുടങ്ങിയോ, സംശയം തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അയ്യേ അങ്ങനെയൊന്നുമില്ല, നവീൻ ഈ സമയത്ത് വിളിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എടാ, നവീൻ എപ്പോൾ വിളിക്കുന്നത് കൊണ്ടും യാതൊരു പ്രശ്നമില്ലെന്ന് പറഞ്ഞില്ലേ? എടാ, നിന്റെ കേസുകളൊക്കെ ഒരുപാട് ഏറ്റെടുത്ത് നടത്തുന്ന ആളല്ലേ? എത്ര കേസുകളെല്ലാം വിജയിപ്പിച്ചു. അതേപോലെ തന്നെ എനിക്കും ഒരുപാട് സഹായത്തിനുണ്ട്. ഞാനും അതേപോലെ അങ്ങോട്ട് സഹായം ചെയ്യും. അതൊക്കെ അല്ലേടോ നല്ലൊരു ഫ്രണ്ട്സിൻ്റെ കടമ എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയണം. ആയിക്കോട്ടെ, എന്താടാ നീ എന്താ ഒരു മൂഡ് ഓഫ്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവിടെ പ്രശ്നങ്ങൾ മാറിയിട്ട് നേരമില്ലല്ലോ നന്ദു. നാളെ ആദർശേട്ടൻ ബോംബെയിലേക്ക് പോവാണ്. അതേതായാലും നന്നായി, നീ പേടിക്കണ്ടാ. പക്ഷേ ബോംബെയിലേക്ക് പോകുന്നത് നീയായിരുന്നെങ്കിൽ ഞാൻ അല്പം പേടിച്ചാനായിരുന്നു. പക്ഷെ ഇത് ആദർശേട്ടനല്ലേ, ആദർശേട്ടൻ വേണ്ട കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്തിട്ട് വരും.
ആ കാര്യത്തെക്കുറിച്ച് ഓർത്ത് നീ ഒരു ടെൻഷനും വേണ്ട. ആദർശേട്ടനെ പക്കയാണ്, എല്ലാം നല്ല കറക്റ്റായിട്ട് ചെയ്തിരിക്കും എന്നിങ്ങനെ പറഞ്ഞ് അനി ആശ്വസിപ്പിക്കുകയാണ്. അത് തന്നെയാണ് എൻ്റെ ആശ്വാസം. ആദർശേട്ടൻ അങ്ങനെ വിട്ടുകൊടുക്കുന്ന ആളൊന്നും അല്ല, ബിസിനസ് ഉയരങ്ങളിലേക്ക് കൊണ്ടുവരും, അതും മുത്തശ്ശനും അറിയാം. അതുകൊണ്ടാ മുത്തശ്ശൻ ആദർശേട്ടനെ ബോംബെയിലേക്ക് വിടാനുള്ള കാരണവും. നീ സമാധാനമായിട്ടിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ്. പക്ഷേ അനിക്കാണെങ്കിൽ ആകെ ടെൻഷൻ. ദൈവമേ, ഈ നവീൻ എന്തിനാണാവോ അവളെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ വീട്ടിലാണെങ്കിൽ അതിനപ്പുറം പ്രശ്നം. ഈ പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് എൻ്റെ പ്രണയം ഒന്ന് ഇതാക്കാനായിട്ട് പറ്റുന്നില്ലല്ലോ. ഇപ്പം നവീനോട് എങ്ങനെ സത്യങ്ങളെല്ലാം തുറന്നും പറയും? അവനാണെങ്കിൽ നന്ദുവിൻ്റെ പിന്നാലെ പ്രണയം എന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യാണ്. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ദൈവമെന്നും പറഞ്ഞുകൊണ്ട് അനി ഇങ്ങനെ തല പുകഞ്ഞിരിക്കുക. പിന്നീട് കാണിക്കുന്നത് അഭിയാണ്. അപ്പം അഭിയാണെങ്കിൽ ആളിക്കൂടി ഇങ്ങനെ പരക്കമായി നടക്കുമ്പോൾ ഇത് വരിക നമ്മുടെ ജലജ വന്നിട്ട് എടാ നോക്കിയടാ, എന്നെ നോക്ക്. അടുപ്പിലെ ചൂടും പുകയെല്ലാം അടിച്ചടിച്ച് ഞാൻ കറുത്ത് കൈവാളിച്ചു പോയി, എൻ്റെ സൗന്ദര്യം എല്ലാം നഷ്ടപ്പെട്ടു. അയ്യടാ, എല്ലാം ഗ്യാസ് അടുപ്പിൽ തന്നെയല്ലേ ഉണ്ടാക്കുന്നത്, പിന്നെ എങ്ങനെയാണ് ഈ പുകയും ചൂടൊക്കെ അടിക്കുന്നത്? എടാ, ഗ്യാസ് അടപ്പാണെങ്കിലും തീയല്ലേ, അതിൻ്റെ ചൂടടിക്കൂലേ? അതിൻ്റെ ചൂടടിച്ചൊക്കെ ഞാൻ നോക്കി, എൻ്റെ കോലം നോക്ക് നീ. ഞാൻ കോലം കെട്ട് വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. നീ ഇതെല്ലാം കാണുന്നുണ്ടോ അഭി എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയാ. ഇവിടുത്തെ ജോലികൾ മുഴുവനും ചെയ്ത് ഞാനാകെ കോലം കെട്ടു. എൻ്റെ ഒരു അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി. നീ കോലം കെട്ടണോടാ. നീ കോലം കെട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നീയാണ് ഇതിനെല്ലാത്തിനും കാരണം. എടാ നീ ഇവിടെ ജനിച്ചത് കൊണ്ടേ നിനക്ക് എന്തെല്ലാം സൗഭാഗ്യങ്ങൾ, നിനക്ക് ഒന്നും അറിയേണ്ടി വന്നിട്ടില്ലല്ലോ. അയ്യടാ, അമ്മയെ ദത്തെടുത്തത് കൊണ്ട് അമ്മയ്ക്ക് ഇവിടെ രാജകുമാരിയെ പോലെ വാഴാനായിട്ട് സാധിച്ചു. അല്ലായിരുന്നെങ്കിലോ ഏതെങ്കിലും വീട്ടിൽ പാത്രം കഴുകി ജീവിക്കേണ്ടി വന്നാനായിരുന്നില്ലേ? എടാ, ഞാനങ്ങനെ നിന്നുകൊണ്ടിട്ടാണ് നീ എൻ്റെ വയറ്റിൽ ജനിച്ചതും നീ ഈ കുടുംബത്തിൽ ജനിച്ചതും. അതുകൊണ്ടല്ലേ നിനക്കും നല്ല രാജാവിനെ പോലെ വാഴാനായിട്ട് കഴിഞ്ഞത്. എന്നിട്ട് അവൻ എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഓരോ പെണ്ണുങ്ങളെയും വശത്താക്കി ഓരോ പെണ്ണുങ്ങളുടെ ജീവിതം തകർത്ത് വെച്ചു. ഇപ്പൊ നവ്യയിലൊരു കുഞ്ഞുണ്ട്, നിനക്ക് അനാമികയിലൊരു കുഞ്ഞുണ്ട്. എന്നിട്ട് എന്താടാ? ഇനി വേറെ ഏതെങ്കിലും പെണ്ണിന്റെ വഴിയതാരാക്കിയിട്ടുണ്ടോ നീ? വേറെ ഏതെങ്കിലും പെണ്ണിന്റെ കുഞ്ഞുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് നമ്മുടെ ദേവയാനിയുടെ വരവ്. അപ്പൊ ദേവയാനി ഒരു കാഴ്ച കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അതെ, അങ്ങനെ സംശയിക്കാനുണ്ട്. കാരണം അങ്ങനെ ഇവര് വേറെ ഏതെങ്കിലും കുഞ്ഞുണ്ടോ എന്ന്. അപ്പൊ ഇവരെ ദേവയാനിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഒന്നങ്ങോട്ട് ഞെട്ടി നിൽക്കുകയാണ്. ഇവന്റെ ചെറുപ്പത്തിലെ സ്വഭാവം അങ്ങനെ തന്നെയല്ലേ? പഠിക്കണ സമയത്തും ഓരോ പെണ്ണുങ്ങൾക്കും ലവ് ലെറ്റർ കൊടുത്തിട്ട് അവരെല്ലാം വശത്താക്കും, ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട്. അത് വലുതായപ്പോഴും തുടരുന്നു. വലുതായപ്പോൾ കൂടുതൽ അതിക്രമിച്ചു. അതെല്ലാം നിൽക്കട്ടെ, ഇനി ആ കാര്യത്തെക്കുറിച്ചൊന്നും എനിക്ക് പറയാനില്ല. നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. നാളെ ആദർശ് ബോംബെയിലേക്ക് പോവുകയാണ്. അപ്പോൾ ചില പൂജകളും കാര്യങ്ങളൊക്കെ കഴിക്കാനുണ്ട്. അതുകൊണ്ട് എല്ലാം വൃത്തിയായി നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കോളാം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പൂജാ റൂമും ബാക്കിയുള്ള കാര്യങ്ങളും ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും സകലമായ കാര്യങ്ങളും നിങ്ങൾ വേണം നോക്കാൻ എന്ന് ദേവയാനി പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അഭിയാണെങ്കിൽ എന്തിനാമായി ഞങ്ങൾ ഇങ്ങനെ ഇട്ട് ഉപദ്രവിക്കുന്നത്, അതിന് മാത്രം തെറ്റെന്ത് ഞങ്ങൾ ചെയ്തു എന്നൊക്കെ ഇനി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ തെറ്റ് ചെയ്തില്ലെന്നോ? കൊള്ളാം, നല്ല മറുപടിയാണ്. നിങ്ങളാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് എൻ്റെ മുന്നിൽ കിടന്ന് കൂടുതൽ വാച പഠിക്കാൻ നിൽക്കണം. മിണ്ടി പോകരുത് നിങ്ങൾ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്തോ? എടാ, നീ ആ പെണ്ണിനെയും കൊല്ലാനായിട്ട് ശ്രമിച്ചല്ലേടാ? അയ്യോ അമ്മായി, എന്തൊക്കെയമ്മ ഈ പറയുന്നത്? ഞാൻ ആ പെണ്ണെ കൊല്ലാൻ ശ്രമിച്ചെന്നോ? നീ എൻ്റെ മുന്നിൽ കിടന്ന് ഉരുണ്ടുമറിയല്ലേ? എല്ലാം അറിയുന്ന കാര്യം തന്നെയാണ്. കൂടുതൽ വേഷം കെട്ടാൻ നിൽക്കരുത് നീ. അതുകൊണ്ട് നിനക്ക് ഈ ശിക്ഷയൊന്നും അല്ല തരേണ്ടത്, നിന്റെ കാലേ വരെ നിലത്തടിക്കുകയാണ് തന്നെ ചെയ്യേണ്ടത്. അതൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി ഇങ്ങനെ പോകാനൊന്ന് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും ജലജ തല്ലാനായിട്ട് കയ്യെടുത്തു. ഇവരെ ഞാനുണ്ടല്ലോ, നീ എന്താടി ഇപ്പൊ കാണിച്ചത്? ഞാൻ എന്ത് കാണിക്കാനായിട്ടെത്തി? ഞാനൊന്നും കാണിച്ചില്ല. എനിക്കറിയാടി നിനക്ക് എന്നെ തല്ലാനും കൊല്ലാനും ഒക്കെ ദേഷ്യമുണ്ടെന്ന്. പക്ഷേ അതൊന്നും ഇവിടെ വില പോകില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്താൽ മതി, കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ജലജ എടാ, ആ സ്ത്രീ പോയോ നോക്കൂ, അവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കും. അപ്പൊ അഭി പോയി നോക്കണം. പോയമ്മേ പോയി. എനിക്കാണെങ്കിലേ കാലി സഹിക്കാൻ പറ്റുന്നില്ല. ഇവിടുത്തെ ജോലി മുഴുവൻ ചെയ്തേ മടുത്തു.
ഏതായാലും ആ ഏഞ്ചുലറി ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ചെങ്കിലും പച്ച പിടിച്ചിങ്ങനെ ഇരിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നവ്യയുടെ ആ ഒരു ഫാഷൻ ഷോ ഇവിടെ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുക, മൂർത്തി മുത്തശ്ശനും ബാക്കിയുള്ളവരെല്ലാവരും കൂടി. അപ്പം നവ്യയുടെ ആ കോപ്പറായൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് കലി വരികയാണ്. ഓഫ് ചെയ്ത് വെക്കട, എനിക്കിതൊന്നും കാണേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഓഫ് ചെയ്ത് വെക്കുകയാണ്. അച്ഛാ, നവ്യയെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അച്ഛാ, അവൾക്ക് സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് അവൾ ഇങ്ങനെ എല്ലാം ചെയ്തു കൂട്ടുന്നത്. അവളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് മനസ്സിലായി അവളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന്. പക്ഷേ ഇത് എങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ എന്ന് പറയാം. അങ്ങനെ അപ്പം ഇങ്ങനെ റൂമിലിരിക്കുക. അപ്പം നവ്യാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റോടെ കയറി വരിക. അപ്പം കയറി വന്ന് കഴിഞ്ഞപ്പോഴേ അയ്യോ നീ ഈ ബെഡെല്ലാം തൂത്ത് വൃത്തിയാക്കുകയാണ്, ഞാൻ ചെയ്യുന്ന ജോലിയാണല്ലോ നീ ചെയ്യുന്നത്, അതൊന്നും കുഴപ്പമൊന്നുമില്ല, മറ്റുള്ളവർ ചെയ്യുന്ന ജോലിയാണല്ലോ ഞങ്ങൾ കൂടെ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നേടാ, നീ എൻ്റെ പരസ്യം കണ്ടായിരുന്നു, ഓ അത് അടിപൊളി കലക്കിയടി എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഏതായാലും നീ ഇവിടെ ജോലി ചെയ്ത് കൂടുതൽ മുഷിയേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അബിക്ക് നല്ലൊരു ജോലി തരണമെന്ന്. എടാ എന്നാലും ഏഞ്ചുലറിക്കാർ ആരാണ്, അവർക്ക് എന്നെങ്ങനെ പരിചയം? എടാ ഈ വീടായിട്ട് അവർക്ക് എന്തോ ശത്രുതയുണ്ട് കേട്ടോ, അതുകൊണ്ടല്ലേ എന്നെ പെട്ടെന്ന് വിളിച്ച് നവ്യയെക്കുറിച്ച് പറഞ്ഞു മോഡലാക്കി വിടണമെന്നൊക്കെ പറഞ്ഞത്, അതെന്തുകൊണ്ടാ? അപ്പം ഈ കുടുംബത്തെ തകർക്കണമെന്ന് ആരോ പ്രതീക്ഷിച്ച് വന്നിരിക്കുകയാണ് എന്നിങ്ങനെ പറയാം. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂയിലേക്ക് കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ച് നമസ്കാരം. താങ്ക് യു. ബൈ.